നമസ്കാരം. ഇന്നലെ കണ്ടതും കേട്ടതും കപാൽഭാതി പ്രാണായാമമാണ്. ഇന്ന് നാഡീശുദ്ധി പ്രാണായാമം. നമ്മുടെ നാഡീ ഞരമ്പുകളെ സജീവമാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുവാനുള്ള ഒരു വിദ്യ. നമ്മുടെ രക്തത്തിലെയും നാഡീവ്യൂഹത്തിലെയും ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമം, ഒരു പ്രക്രിയ. അതാണ് നാഡീശുദ്ധി പ്രാണായാമം. ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഉന്മേഷവും എനർജിയും കപ്പാസിറ്റികളും കൂടുന്നുണ്ട്. സമയം അധികം കളയുന്നില്ല, വളരെ സിമ്പിളാണ്. ഏത് യോഗാസനവും ഏത് പ്രാണായാമവും ചെയ്യുമ്പോൾ നേരെ ഇരിക്കണം. നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കണം, പുറം ഭാഗം നിവർന്നിരിക്കണം, തലയും നട്ടെല്ലിനൊപ്പം നേരെ നിൽക്കണം. ചെയറിലോ മാറ്റിലോ ബെഡിലോ എവിടെ വേണമെങ്കിലും ഇരിക്കാം. വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. നല്ല വായു സഞ്ചാരമുള്ള, പൊടിശല്യം ഇല്ലാത്ത സ്ഥലമായിരിക്കണം. ദുർഗന്ധവും മറ്റു കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലമായിരിക്കണം. യോഗയും പ്രാണായാമവും ചെയ്യുമ്പോൾ മിനിമം ഇത്രയും കാര്യങ്ങൾ നോക്കണം. ആരംഭിക്കാം. വലതു കൈ ചൂണ്ടുവിരലും നടുവിരലും മടക്കി മുട്ടിച്ച് പിടിക്കാം. ബാക്കി 3 വിരലുകൾ സ്ട്രെയിറ്റായി പിടിക്കാം. വലത് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിച്ച് ശ്വാസം മുഴുവൻ ഇടതു മൂക്കിലൂടെ പുറത്ത് കളയാം. ഇടതു മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതു മൂക്ക് മോതിരവിരൽ കൊണ്ട് അടച്ച് വലതു മൂക്ക് തുറന്ന് വലതിലൂടെ പുറത്ത് വിടാം. വലതിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലതു മൂക്ക് അടച്ച് ഇടതു മൂക്ക് തുറന്ന് ഇടതിലൂടെ പുറത്ത് വിടാം. ഇതാണ് ഒരു റൗണ്ട്. ശ്വാസം എടുക്കുന്ന സമയവും ശ്വാസം വിടുന്ന സമയവും ഒരേപോലെ ആയിരിക്കണം. ഇതാണ് ഏറ്റവും ബേസിക്കായ കാര്യം നോക്കേണ്ടത്. സമയത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉള്ള നാഡീശുദ്ധി പ്രാണായാമത്തിൻ്റെ വ്യതിയാനങ്ങൾ വേറെയുമുണ്ട്. അത് പിന്നീട് പഠിക്കാം. ഏറ്റവും ബേസിക്കായ കാര്യം ആദ്യം പഠിക്കാം. ആരംഭിക്കാം. ഏത് പ്രാണായാമം ചെയ്യുമ്പോഴും വായ അടച്ചു പിടിക്കണം. ഇപ്പോൾ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഞാൻ വായ തുറക്കുന്നുവെങ്കിലും ശ്വാസം വായിലൂടെ എടുക്കുന്നില്ല, ശ്വാസം വായിലൂടെ വിടുന്നില്ല. ശ്വാസഗതി പൂർണ്ണമായും മൂക്കിലൂടെ മാത്രം. നിവർന്നിരിക്കുക. വലതു മൂക്കടച്ചു. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുകയാണ്. ശ്വാസം മൂക്കിലൂടെ എടുക്കുന്നു. ഇടതു മൂക്ക് അടയ്ക്കുന്നു. വലതു മൂക്ക് തുറന്നു ശ്വാസം പൂർണ്ണമായും വലതു മൂക്കിലൂടെ പുറത്തേക്ക് വിടുകയാണ്. വലതു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. വലതു മൂക്ക് അടച്ചു പിടിച്ചു. ഇടതു മൂക്ക് തുറന്നു. ഇടതു മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിട്ടു. ഒരു റൗണ്ട് ഇവിടെ പൂർത്തീകരിക്കുന്നു. നമുക്ക് ഇതുപോലെ വീണ്ടും ചെയ്യാം. 4 or 5 ഉച്ഛ്വാസങ്ങൾ ഇങ്ങനെ ചെയ്യാം ഒരു റൗണ്ടിൽ. ഒരു റൗണ്ട് കഴിഞ്ഞ ശേഷം കൈ എടുത്തു മാറ്റി പരമാവധി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം എടുത്തതിന് ശേഷം വളരെ പതിയെ ശ്വാസത്തെ പുറത്തേക്ക് വിടാം. വീണ്ടും ഒരു തവണ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലാക്സ് ആവാം. അതിനുശേഷം വീണ്ടും ഒരു റൗണ്ട് ചെയ്യാം. വീണ്ടും ഇതേപോലെ ശ്വാസം എടുത്തും വിട്ട് വീണ്ടും ഒരു റൗണ്ട് കൂടെ ചെയ്യാം. എത്ര തവണ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. വീണ്ടും
അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. നന്ദി, നമസ്കാരം.